ഗൗതം, ബ്ലഡി ബാസ്റ്റഡ്സ്. വെറും ശിപായിയുടെ വേഷം പോലും ഇടാൻ യോഗ്യതയില്ലാത്ത ഇവനെയൊക്കെ ഐജിയുടെയും എസ്പിയുടെയും യൂണിഫോം ഇടിപ്പിച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ്, ഇൻക്ലൂഡിംഗ് യു. ഹലോ നായര, ഇപ്പൊ കൊടുക്കാം. നായര, എടോ, അടച്ചിട്ട മുറിയിരുന്ന് ആലോചിക്കാതെ തന്റെ സർവീസ് റിവോൾവർ എടുത്ത് എണ്ണയിട്ട് വല്ലയിടത്തോട്ടും കയറ്റി വെച്ച് സൂയിസൈഡ് ചെയ്യണോ ഇഡിയറ്റ്. മോളെ, എന്റെ മോൻ ഈ വീട്ടിൽ കാലുകുത്തുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അത് സാധിച്ചു തന്നു ഈശ്വരൻ. പിന്നെ നീ ബഹളം വെച്ച് അവനെ ഒന്നും അറിയിക്കരുത്. ആരാണ്? റിട്ടയർഡ് സുബേദാർ മേജർ നമ്പ്യാർ. നമുക്ക് വിശ്വസിക്കാവുന്ന ആളാ. ഈ വക കാര്യങ്ങളൊക്കെ നമ്പ്യാർ സാറിന് ഒരു ത്രില്ല. അതുകൊണ്ടാ. ഗൗതം, മോള മോട്ടി എവിടായിരുന്നു സർവീസ്? സർവീസിന്റെ കൂടുതൽ ഭാഗവും ലഡാക്കിലായിരുന്നു. മാധവൻ എന്നൊരു പട്ടാളക്കാരനെ അറിയൂ? മാധവൻ മോന്റെ ആരാ? എന്റെ ആരുമല്ല. ബോർഡർ പോലീസ് എപ്പോഴും അരിച്ചു പെറുക്കുന്ന ഒരു സ്ഥലമായത്. ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ശല്യമാവില്ല. ഗൗതമിന് മറ്റൊരിടമാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്, ഒളിവിൽ കഴിയാൻ. ഒളിച്ചിരുന്ന് കാലം തീർക്കാനല്ല ഗൗതം രക്ഷപ്പെട്ടത്. ഫേസ് ടു ഫേസ്, ഐ ഫോർ എൻ ഐ, ബ്ലഡ് ഫോർ ബ്ലഡ്. എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ അവന്റെയൊക്കെ ഒടുക്കത്തിനുള്ളതാ. ഗൗതം,
കരുത്തിന്റെ ബിലോ ആവറേജിൽ നിന്ന് ലോകത്തെ നോക്കി പരങ്ങുന്ന ഈ കിളവന്റെ വാക്കുകൾക്ക് ചെറുപ്പക്കാരായ നിങ്ങൾക്ക് വലിയ വിലയൊന്നും കാണില്ല, എനിക്കറിയാം. എങ്കിലും നിങ്ങളെക്കാളേറെ മഞ്ഞ് പെയ്യുന്നത് കണ്ടവനാ ഞാൻ. നമുക്കിപ്പോ വേണ്ടത് ആരുടെയും കണ്ണിൽപ്പെടാത്ത ഒരു ഷെൽട്ടറാണ്. പിന്നെ നിങ്ങൾ തേടുന്ന നോർത്ത് ഈസ്റ്റേൺ ടെറിട്ടറിയിലെ രാജാവിനെ ഒറ്റ ദിവസം കൊണ്ട് വീഴ്ത്താവുന്ന ഒരു വിദ്യയും നമ്മുടെ കയ്യിലില്ല. വിൻസെന്റ് സാബിന്റെ തലയറുക്കാൻ കൂട്ടുനിന്നതിന് എത്ര തന്നു പ്രിൻസ് നിനക്ക്? പറയടി. കോടതിയിൽ നീ എനിക്കെതിരെ വിളിച്ചു കൂവിയ ഓരോ കള്ളമൊഴികൾക്കും അളന്ന് തൂക്കി നീ വാങ്ങിക്കൂട്ടിയ ടീ എസ്റ്റേറ്റുകളും ഡൽഹിയിലെ ഫ്ളാറ്റുകളുടെ കണക്കുകളും ഗൗതം അറിയില്ലെന്ന് കരുതി അല്ലേ? ഇങ്ങോട്ട് തന്നതെല്ലാം 1000 നന്ദിയോടെ ഗൗതം അങ്ങോട്ട് തിരിച്ചു തരുന്നു. അതാണ് ശീലം. വേണ്ടെന്ന് പറയരുത്. 2 കൈയും നീട്ടി സ്വീകരിക്കണം ഷീല മേം സാബ്. Tell me, വിൻസെന്റ് സാബിനെ കൊന്നതാര്? സൽമാനോ അമലേന്ദു എവിടെ? സത്യം പറഞ്ഞില്ലെങ്കിൽ കൊന്ന് മഞ്ഞിൽ താഴ്ത്തുന്നെ. കൊലമരത്തിന് ഒരടി താഴെ നിൽക്കുന്നവന്റെ മനസ്സിലില്ലാത്തത് മനുഷ്യത്വം മാത്രമാണ്. ഞാൻ നിന്നെ ഇന്ന് അറിയിക്കാൻ പോകുന്നതും അത് തന്നെ. ചതി ഉടലിൽ മാത്രമല്ല, മനസ്സിലും സർപ്പ സൗന്ദര്യം കൂടിപ്പോയവളോട് ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പെരുമാറണം? ഞാൻ നിന്നെ നെഗറ്റീവ് ആംഗിളിലൂടെ നോക്കി പ്രാപിക്കാൻ വന്നു. കാമം കൊണ്ട് സമനില തെറ്റിയ ഞാൻ നിന്റെ വിഭ്രമിപ്പിക്കുന്ന സൗന്ദര്യത്തിന് മുകളിൽ തീ കോരിയിട്ടു. ലഹരി മൂത്തപ്പോൾ സീമന്തരേഖയിലെ സിന്ദൂരം ചുണ്ടുകൾ കൊണ്ട് ബലാത്കാരമായി തുടച്ചെടുത്തു. ഒരു സ്റ്റഡ് ബുള്ളിന്റെ കരുത്തോടെ നിന്നെ ഞാൻ കീഴടക്കി. അല്ലടി തൊടാൻ അറയ്ക്കുന്ന ഒരു രൂപത്തിലും ഗൗതം തൊടില്ല, തൊട്ടിട്ടുമില്ല. അറയ്ക്കുന്ന നിന്റെ പൂമേനിയുടെ ശുദ്ധി ഞാൻ അറിയുന്നതിന് പകരം മരം കോച്ചുന്ന ഈ തണുപ്പത്ത് ഇവൻ ഈ വിത്തുകളെ അറിയും. യേ രഹാ തേരാ ശിക്കാർ, ഏഷ് കരോ.